രാവിലെ എണീറ്റ് വട്ടേളൂ കേട്ടോ. ഇന്നലെ എഴുതി കൺമിഷ കീൽ പോലെ ഒട്ടി പിടിച്ചിരിക്കണം ഫ്രണ്ട്സ്, പോണേ ഇല്ല. നിങ്ങൾക്ക് ഇങ്ങനെ വരാറുണ്ടോ? ഇനി ഇത് എണ്ണമെഴുക്കൊക്കെ തേച്ച് ഒരതി കളയണം. അങ്ങനെ എൻ്റെ ബ്രദറിൻ്റെ വീട് കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഇത് എൻ്റെ ബ്രദറിൻ്റെ വീടാണ് കേട്ടോ. അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ രൂപമോളും ഹിബമോളും കൂടി ബ്രദർ ഇപ്പുറത്തന്നെ താമസമുണ്ട്. മക്കളൊക്കെ നല്ല ഉറക്കാണ് കേട്ടോ ഫ്രണ്ട്സ്, നീച്ചിട്ടില്ല. അടിപൊളി നല്ല ലുക്കായിട്ട് ഉറങ്ങുന്നുണ്ട്. ഫാനിൻ്റെ സൗണ്ടാണ് കേട്ടോ. ഒരു ഇങ്ങനെ മഴ ചാർന്ന പോലെയാണ് ഫാനിൻ്റെ സൗണ്ടാണ്. പിന്നെ കുറച്ച് വൈകിട്ടാട്ടോ എണീറ്റ്. നോമ്പിൻ്റെയും പെരുന്നാളിൻ്റെയും തിരക്കെല്ലാം കഴിഞ്ഞ് ഞാനും മക്കളൊക്കെ താത്താരെ മക്കളൊക്കെ കുറച്ച് വൈകിട്ടോ 10 മണി കഴിഞ്ഞിട്ടാണ് എണീറ്റത്. അപ്പോഴേക്കും എൻ്റെ താത്താരും ഇവരൊക്കെ നല്ല ചോറിനുള്ളതും രാവിലത്തെ ചായ പലഹാരം എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പുട്ടും പഴം പിന്നെ ചെറുപയർ കറിയാണ് കേട്ടോ. എനിക്ക് പുട്ടിലേക്ക് പഴമാണ് ഇഷ്ടം കേട്ടോ. ചെറുപയർ ഇഷ്ടമാണ്, പക്ഷെ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പുട്ടും പഴവും പഞ്ചസാര എടുത്തു. പിന്നെ സൈഡിൽ കുറച്ച് ചെറുപയർ കറി ഒഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചെറുപയർ കറി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് മോരുകറിയും ബീഫുമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ അവർ അതൊക്കെ റെഡിയാക്കുകയാണ്. വേഗം ജോലികളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഫ്രീ ആയിട്ട് ഇരുന്ന് വർത്താനം പറയാമെന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ അവർ അതൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. പിന്നെ മൂത്ത താത്ത നല്ല ബീഫ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ നീക്കണതിന് മുന്നേ ഉപ്പ് ടൗണിൽ പോയിട്ട് ഫാറ്റൊന്നും അധികം ഇല്ലാണ്ട് നല്ല പീസ് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പീസ് വലുതായതുകൊണ്ട് തന്നെ താത്ത അതൊന്നും എടുത്തിട്ട് വീണ്ടും അതൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ കുക്കിംഗ് ഒക്കെ നമ്മൾ അടുപ്പിലാണ് കേട്ടോ വെക്കണത്. കാരണം ഗ്യാസിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല, നമുക്ക് ബീഫൊക്കെ അടുപ്പത്ത് വെച്ച് വരുന്ന ആ നാടൻ ടേസ്റ്റ്, നാടൻ രീതിക്കാണ് കേട്ടോ മസാലയൊക്കെ ആക്കണത്. അങ്ങനെ താത്ത മാങ്ങച്ചാറിനുള്ളതൊക്കെ സെറ്റാക്കുകയാണ് കേട്ടോ. മാങ്ങച്ചാറിനാണ് നല്ല പീസുകൾ അരിഞ്ഞ് വെച്ചത്. ഇതായി നൈസായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി റെഡിയാക്കുന്നുണ്ട്. പിന്നെ ബീഫ് കട്ട് ചെയ്ത് കഴിഞ്ഞില്ല. ഇനിയുള്ളത് മോരുകറിക്കുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കലും കാര്യങ്ങളൊക്കെ കേട്ടോ. അതൊന്നും ഞാൻ എണീക്കണതിന് മുന്നേ അവരൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ബീഫിലേക്കുള്ള മസാലകൾ കൂട്ടി വെക്കാമെന്ന് വിചാരിച്ച് ചെമ്പെടുത്ത് അതിൽ ബീഫ് ഇട്ട് എല്ലാം കൂടെ ഒന്ന് എന്താ പറയുക അങ്ങോട്ട് തിരുമ്പി ഇതാക്കിയിട്ട് അടുപ്പത്ത് കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യണത് ഞാൻ തന്നെയാണ് കേട്ടോ. ഞാനാണ്. അവരൊക്കെ മസാല ഒക്കെ താത്ത ഇട്ട് തന്ന്. പിന്നെ ബാക്കിയൊക്കെ മസാല കൂട്ടണതും ഇളക്കണതും കാര്യങ്ങളൊക്കെ ഞാനാണ് കേട്ടോ. എൻ്റെ ക്യാമറയുടെ മുന്നിൽ വേറൊരു ക്യാമറ എന്ന് വെച്ചാൽ എൻ്റെ താത്താക്ക് ഒരു ചെറിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സാജി തിങ്സ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ചാനലിൻ്റെ ആ ക്യാമറയാണ് അവിടെ. ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ അത് എൻ്റെ ക്യാമറയുടെ മുന്നിൽ നിന്ന് എടുത്ത് മാറ്റിക്കൊണ്ടുപോയി. അതാണ് അവിടെ കണ്ടത് കേട്ടോ. അങ്ങനെ നമ്മളിതാ നല്ല മസാല ഭയങ്കര സ്മെല്ല് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി പൊടികളുടെയും എല്ലാം കൂടി ആയപ്പോൾ ഭയങ്കര സ്മെല്ല് കേട്ടോ. ലാസ്റ്റ് ലേശം തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ബീഫൊക്കെ അങ്ങോട്ട് ഇട്ട് സെറ്റാക്കി കേട്ടോ. എത്ര ബീഫ് മേടിച്ചാലും ഒന്ന് തിളച്ച് പറ്റി വരുമ്പോഴേക്കും അതിൻ്റെ പകുതിയാണ് ഉണ്ടാവാറുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ തന്നെയാണ് അത് മസാല കൂട്ടി ഒന്ന് തിരുമ്പി പിഴിഞ്ഞ് സെറ്റാക്കിയിട്ടൊന്ന് അവിടെ റെഡിയാക്കി വെച്ച് കൊടുത്താൽ മതി. പിന്നെ ബാക്കിയൊക്കെ അവർ കൊണ്ടുപോയി അടുപ്പത്ത് വെച്ചിട്ടൊക്കെ ഒന്ന് കത്തിച്ച് എന്താ പറയുക റെഡിയാക്കി കൊണ്ടുവന്ന് തരും കേട്ടോ. പിന്നെ നല്ല മോരുകറി മോരുകറി റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ഗ്യാസ്മ തന്നെ വെച്ചത്. അത് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് കടുക് പൊട്ടിച്ച് സെറ്റാക്കേണ്ട ഇതുണ്ട്. അങ്ങനെ ബീഫൊക്കെ അടിപൊളിയായിട്ട് മസാല സെറ്റായി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ബീഫൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ താത്താടെ മാങ്ങ അരിയിൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. കുറച്ച് അധികം എടുക്കുന്നുണ്ട് കേട്ടോ. ഡെയിലി ഇതുപോലെ ഓരോ പാത്രം മാങ്ങ അച്ചാറിട്ട് വെക്കും. പക്ഷെ നമ്മൾ ആളുണ്ട്. പിന്നെ മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ അച്ചാറിനോട് ഇഷ്ടമുള്ള ഒരു ഫാമിലി ആയതുകൊണ്ട് തന്നെ അച്ചാർ വാരിക്കോരി കഴിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ എത്ര ഇട്ടാലും കാണില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പോയപ്പോൾ നമ്മുടെ ബീഫ് കണ്ടില്ല സെറ്റായി വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. അതിൻ്റെ സ്മെല്ല് കേട്ടിട്ട് നമ്മൾ പോയി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒരു അരമണിക്കൂർ കൂടി കിടക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചതാണ്. അതിന് ശേഷം ഇത് എൻ്റെ മോളാണ് കേട്ടോ. ബീഫിൻ്റെ സ്മെല്ല്, ബീഫില്ലെങ്കിൽ അതിൻ്റെ ആ മസാല കെട്ടിയിട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നിരിക്കുന്നത് കേട്ടോ. ആ സ്മെല്ല് കൊണ്ട് മാത്രം വന്നതാണ്. പിന്നെ നമുക്ക് കഴിക്കേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിന് ശേഷം നമ്മൾ നല്ല എന്താ പറയുക ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കാനുള്ള തേങ്ങാപ്പാലൊക്കെ ഒന്ന് പിഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം പായസം അല്ലാണ്ട് എന്താ പറയുക ഈ നാടൻ സദ്യക്ക് പായസം നിർബന്ധമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് റെഡിയാക്കാൻ വിചാരിച്ച്. പിന്നെ അച്ചാർ അടിപൊളി അച്ചാർ, നല്ല സ്മെല്ല് കേട്ടോ. ഉലുവടക്കാ മണം നല്ല ഭയങ്കരമാണ്. അപ്പം അത്രയും ടേസ്റ്റ് ഉണ്ട്. ബീഫ് ഒന്നും കൂടി ഒന്ന് വറ്റി റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ.
കുറച്ച് ഒരു ഗ്രേവി ആക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു പായസം, ഒരു മോര് കറി, അച്ചാറ്, പപ്പടം. ഉപ്പേരി ആർക്കും ഇഷ്ടമില്ല, ഉപ്പേരി വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ആക്കാനതാണ് മനഃപൂർവ്വം. അങ്ങനെയല്ല, ഇതന്നെ കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. ഉപ്പേരി ഉണ്ടെങ്കിൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല ഫ്രണ്ട്സ്, അതുകൊണ്ട് ഉപ്പേരിയൊക്കെ ഒഴിവാക്കി. അങ്ങനെ ഇതാ നമ്മളിനി ചോറൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. എല്ലാം റെഡി ആയപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഹാളിൽ താഴെ ഇരുന്നിട്ടാട്ടോ കഴിക്കണത്, വട്ടം ഇരുന്നിട്ടാണ് കഴിക്കണത്. അങ്ങനെ നമ്മൾ ചോറെല്ലാം വിളമ്പി, നല്ല മോരുകറിയും ബീഫ് വരട്ടിയത്, അച്ചാറും ഒരു അടാറ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ അടുപ്പിൽ ബീഫ് വെച്ചതും ഇങ്ങനെ മോരുകറി, ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഞാൻ കുറേ ആയിട്ട് കഴിക്കാറില്ല കേട്ടോ. കഴിച്ചിട്ട് കുറച്ചായി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, പറയാൻ പറ്റില്ല കേട്ടോ. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റും കൂടി വേണം, എന്നാലും ഈ ഒരു കോമ്പിനേഷൻ കറക്റ്റ് ആവുള്ളൂ, അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിയാറായപ്പോഴത്തേനും താത്ത കിച്ചണിൽ പോയിട്ട് അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തൊക്കെ നമ്മുടെ പായസത്തിൽ വറുത്ത് നെയ്യിൽ നല്ല മൊരിപ്പിച്ചിട്ട് മൂപ്പിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് അവിടെ ശരിയാക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ ക്യാമറയുമായി പോയിട്ട് അതും കൂടെ ഞാൻ എടുത്തിട്ടോ. പിന്നെ ഒന്നും പറയണ്ട, പിന്നെ ആ സ്മെല്ല് കേട്ടപ്പോൾ പിന്നെ പായസം കുടിച്ചിട്ട് ബാക്കിയെന്ന് വിചാരിച്ചിട്ടോ, കാരണം ഒരു രക്ഷയില്ല. അങ്ങനെ പായസം കുടിച്ചിട്ട് ഇന്ന് രണ്ടാം പെരുന്നാളാണ്. രണ്ടാം പെരുന്നാളത്തെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ ഇവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും അവസാനം വരെ കണ്ട് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.